നമ്മുടെ ഒരു സിമ്പിൾ പോത്തുകറിയാണ്. ഞാനങ്ങനെ മീറ്റ് മസാലയൊന്നും ചേർത്തിട്ടില്ല. മാത്രമല്ല ഇറച്ചി അങ്ങനെ മേടിക്കുന്ന ശീലമില്ല. നമ്മൾ കൂടുതലും ചിക്കനാണ് മേടിക്കാറ്. അതും വല്ലപ്പോഴും ഒക്കെ. അങ്ങനെ നിബന്ധനകളും ഒന്നും തന്നെ ഇല്ല. ഇത് ഡോക്ടർ വെയിറ്റ് കൂട്ടണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മേടിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പം 1 കിലോ പോത്തിറച്ചിയാണ് മേടിച്ചത്. പിന്നെ അത് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഗരം മസാല, കറിവേപ്പിലേക്ക് ആവശ്യത്തിനിട്ട് വേവിച്ച് പറ്റിച്ചെടുത്തു. അപ്പോൾ ആദ്യം ഇത് പുരട്ടി വെച്ച സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഹാഫ് നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. ഹാഫോ ഫുള്ളോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ 1 കിലോ ഇറച്ചി ഉള്ളതുകൊണ്ട് ഞാനൊരു ഹാഫ് ചേർത്ത്, നല്ല നീരുള്ളതായിരുന്നു. അപ്പോൾ അത് ചേർത്ത് പുരട്ടി വെച്ചിട്ടാണ് പിന്നെ വേവിച്ച് പറ്റിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വലിയ 2 സവാള എടുത്ത്, ഇറച്ചി മൊത്തം ഞാൻ എടുത്തിട്ടില്ല കറിക്കായിട്ട്, പകുതി എടുത്തുള്ളായിരുന്നു, ബാക്കി എടുത്ത് മാറ്റി വെച്ചു. അപ്പം എന്നിട്ട് ഞാൻ വലിയ 2 സവാള എടുത്ത് അരിഞ്ഞ് വഴറ്റി അതിനകത്തിലേക്ക് കടുക് വറുത്തിട്ടാണ് വഴറ്റിയത്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തു, കറിവേപ്പില ചേർത്തു, പിന്നെ നമ്മൾ മസാലയില ചേർത്ത് കേട്ടോ, മസാലയില. അതിൻ്റെ കൂട്ടത്തിൽ അമ്മ ചന്തയിൽ പോയപ്പോൾ അവിടെ ചെറിയ മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് കഴുകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അമ്മ കുറച്ച് മേടിച്ചുകൊണ്ട് വന്ന് 1/2 കിലോ അത് ഞാനാണ് കഴുകി കൊടുത്തത്. അപ്പോൾ അങ്ങനെ മീൻ പീര നമുക്ക് നല്ല ടേസ്റ്റാണല്ലോ മത്തി. പിന്നെ ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ മസാലയില, മീറ്റ് മസാല ചേർത്തിട്ടേ ഇല്ല. ഗരം മസാല, കുരുമുളക് പൊടി, ഇതൊക്കെ തന്നെ നമ്മൾ വീണ്ടും ഇതിൻ്റെ ഗ്രേവിയാണ്. കാരണം ഇച്ചിരി മസാല കൂടുതലിരുന്നു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. എരിവ് ഇച്ചിരി കൂടിയിരുന്നാലും ടേസ്റ്റിനൊന്നും വേണം, നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ നമുക്കറിയാമല്ലോ. പിന്നെ അരപ്പിനായിട്ട് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പിരിയമുളക് പൊടിയാണ്, അതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, എരിവിന് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഇവന്മാരെല്ലാം കൂടെ നമ്മൾ ഒന്ന് മൂപ്പിച്ചിട്ട് അരച്ച് ചേർക്കുക ആയിരുന്നു. പിന്നെ മസാല തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ ഇറച്ചി കൂടി ഇട്ട് കൊടുത്ത്, ഇറച്ചി ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്നതാണല്ലോ, അതുകൂടി ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒരു 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഞാൻ എന്നും വെക്കാറില്ല ഇങ്ങനെ സിമ്പിളായിട്ട്. മീറ്റ് മസാല ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല, എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി മീറ്റ് മസാല ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റിൽ നമുക്ക് വെക്കാൻ പറ്റും. പെരുംജീരകം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്കൂടെ ഒരു സിമ്പിൾ റെസിപ്പി ചെയ്തപ്പോൾ ഷെയർ ചെയ്യാമെന്ന് കരുതി, വലിയ റെസിപ്പിയൊന്നുമല്ല. അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.